ബിഗ് ബോസ് സീസൺ 7 വീക്കെൻഡ് എപ്പിസോഡ്, സൺഡേ എപ്പിസോഡ്. അങ്ങനെ ലക്ഷ്മി വിക്റ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെയും എപ്പിസോഡിൽ നിങ്ങൾ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അനുമോൾക്കിട്ടുള്ള കൊട്ട്. അനുമോൾക്ക് രാത്രി അടുക്കള കയറിയതിന് കൊട്ട്, അതിനുശേഷം അനുമോൾ മറ്റേ ടാസ്കിനിടയിൽ ചെയ്തതിന് കൊട്ട്, അനുമോളെ വീട്ടുകാരും കൊട്ടുണ്ട്, ബിഗ് ബോസും കൊട്ടുണ്ട്, ലാലേട്ടനും കൊട്ടുണ്ട്. ചെണ്ടയാണ് അനുമോൾ ചോദിക്കാനുള്ളത്. അനുമോൾ ചെണ്ട കാടാണ് അനുമോൾക്ക് തോന്നുന്നു. അനുമോൾ തന്നെ സത്യത്തിൽ ഈ വീക്കെൻഡ് എപ്പിസോഡ് ആകുമ്പോൾ ആകെ കിളി പറയാൻ കാരണമാണ്. കാരണം ഏത് സൈഡിൽ നിന്ന് അടി വരും എന്നുള്ളത് അനുമോൾക്ക് പറയാൻ പറ്റുന്നില്ല. ആ രീതിയിലാണ് ഓരോ വീക്കെൻഡ് എപ്പിസോഡും വന്നുകൊണ്ടിരിക്കുന്നത്. ബട്ട് ഇറ്റ്സ് ഗുഡ് ഫോർ അനുമോൾ ORM ബിക്കോസ് ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ ഇങ്ങനെ എല്ലാവരും ഒരാളെ ഇങ്ങനെ, ഇതാണ് ശരിക്കും ഒറ്റപ്പെടുത്തി കുത്തൽ എന്നുള്ളൊരു സാധനത്തിലേക്ക് പോകുന്നത്. ഇത് അവർക്ക് പോർട്രേറ്റ് ചെയ്യാനും പറ്റും. PRനും ORMനൊക്കെ ഇത് അങ്ങനെ ആ രീതിയിൽ പോർട്രേറ്റ് ചെയ്ത് കാണിക്കാൻ പറ്റും. കണ്ടില്ലേ വീക്കെൻഡിൽ ലാലേട്ടനും ബിഗ് ബോസും ബാക്കി വീട്ടുകാരൊക്കെ പാടെ കൂടി അനുമോളം ചെയ്യുന്നത്. എന്നിട്ട് ആ സഹതാപത്തിൽ കുറച്ച് വോട്ട് കയറ്റാനുള്ള ശ്രമങ്ങളൊക്കെ നടന്നോട്ടെ. ഓക്കെ, അപ്പോൾ തുടക്കം തന്നെ സാബുമാൻ്റെ ക്യാപ്റ്റൻസിയെ കുറിച്ചാണ്. ആ വീട്ടിൽ അനീഷിനാണ് സാബുമാൻ്റെ ക്യാപ്റ്റൻസി ഇഷ്ടപ്പെടാത്തത്. ബാക്കി എല്ലാവർക്കും ഓൾമോസ്റ്റ് സാബുമാൻ്റെ ക്യാപ്റ്റൻസി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, ഞാൻ നോക്കുമ്പോഴും എനിക്ക് അത്ര ഒരു മോശം വേസ്റ്റ് ക്യാപ്റ്റൻസി ആയിട്ട് സാബുമാൻ്റെത് തോന്നിയില്ല കഴിഞ്ഞ ആഴ്ച. ഓക്കെ, ചില കാര്യങ്ങളൊക്കെ സാബുമാൻ ഡീൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വളരെ അടിപൊളിയായിട്ട് തോന്നി പേഴ്സണലി. കാരണം ഓരോരുത്തരോട് സെപ്പറേറ്റ് ആയിട്ട് ഇഷ്യൂ ഉണ്ടാകുന്ന സമയത്ത് പോയി സംസാരിക്കാൻ സാബുമാനെ കൊണ്ട് പറ്റി. യോഗ ചെയ്യുന്നത് നമ്മൾ കണ്ടു. പിന്നെ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടിയത് മൊത്തത്തിൽ അനീഷാണ് പൊട്ടിച്ചു വിട്ടിട്ടുള്ളത്. അതല്ലാതെയും മീറ്റിംഗ് കൂടാനുള്ള ശ്രമങ്ങൾ സാബുമാൻ്റെ ഭാഗത്തുനിന്ന് നടന്നിട്ടുണ്ട്. അപ്പോൾ അത്ര ഒറ്റ വേസ്റ്റ് ക്യാപ്റ്റൻസി എന്നൊന്നും പറയാനില്ല, ഡീസൻറ്റ് ക്യാപ്റ്റൻസി. സ്നേഹ, ഗോസ്റ്റ് മോഡ് പറഞ്ഞോ. How is Sabuman's captaincy? സാബുമാന്റെ ക്യാപ്റ്റൻസി എനിക്ക് ഇഷ്ടമായി. കാരണം നമ്മളത് പറയാൻ കാരണം എന്താ അറിയോ, സാബുമാൻ സൈലന്റ് ആയിട്ട് നിന്നിട്ട് ഇങ്ങനെ കളിക്കുമ്പോഴാണ് നമുക്ക് അതിന്റെ ഡിഫറൻസ് മനസ്സിലാവുന്നത്. ബാക്കിയുള്ള ആൾക്കാരൊക്കെ ക്യാപ്റ്റൻ ആയപ്പോ എന്താ പറയാ, ഓൾറെഡി അങ്ങനെയാണ്, പിന്നെ പ്രത്യേകിച്ച് ഒരു എക്സ്ട്രാ സ്പെഷ്യൽ ആയിട്ട് തോന്നില്ല. പക്ഷെ സാബുമാൻ സൈലന്റ് നിന്ന് വയലന്റ് അവിടെ കാണുമ്പോഴാണ് നമുക്ക് ഭയങ്കര വ്യത്യാസം തോന്നിയത്. ജിത്തുബായിക്ക് സാബുമാന്റെ ക്യാപ്റ്റൻസിയിൽ എന്തെങ്കിലും പറയാനുണ്ടോ? സാബുവിന്റെ ക്യാപ്റ്റൻസി കൂളായിരുന്നു, കുഴപ്പമൊന്നുമില്ല. പക്ഷെ എനിക്ക് തോന്നിയത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അനീഷിന്റെ ഒരു ദിവസത്തെ ആക്ട് ആണ് ഒരു ദിവസത്തെ മീറ്റിംഗ് കൊളാക്കിയത്. എല്ലാ ദിവസവും അതിന്റെ പേരിൽ അയാൾ കുളമാക്കുന്നു എന്നുള്ളതിന്റെ പേരിലാണ് അടുത്ത ദിവസങ്ങളിൽ മീറ്റിംഗ് നടത്താതിരുന്നത്. സോ അതെനിക്കൊരു കറക്റ്റ് ആയിട്ട് തോന്നിയില്ല. അതായത് ഒരു ദിവസം ആണെങ്കിൽ പോലും ഞാനൊരു കാര്യം പറയട്ടെ, ഇത് അനീഷിന്റെ ഒരു പാറ്റേൺ ആണ് ആക്ച്വലി. ബിഗ് ബോസിന്റെ നോമിനേഷൻസിന്റെ സമയത്ത്, ജയിൽ നോമിനേഷന്റെ സമയത്താണെന്നുണ്ടെങ്കിലും വീക്ക്ലി എവിക്ഷന്റെ നോമിനേഷന്റെ സമയത്താണെങ്കിലും ബിഗ് ബോസ് ഇത് സഹിച്ചുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ്. ഏത് അരമണിക്കൂർ 3/4 മണിക്കൂർ മുപ്പരുടെ ഈ സാധനം. അപ്പോൾ അത് ഇവൻ ഒറ്റയ്ക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം ഓൾമോസ്റ്റ് ഉറപ്പല്ലേ നമുക്ക്? അല്ല, മീറ്റിങ്ങിന്റെ കാര്യമല്ലേ പറഞ്ഞത്. അതന്നെ, ഇതേ സാധനം തന്നെയുള്ള അവിടെ നടക്കല്. ബിഗ് ബോസ് വിളിച്ചിട്ടാണ് എവിക്ഷന്റെയും ജയിൽ നോമിനേഷന്റെയും അവിടെ വന്നിരിക്കാറ്. ആ ടൈമിൽ മൂപ്പര് ഇതേ പ്രൊസീജിയറാണ് എന്ത് ചെയ്യല്, എക്സസൈസ് ചെയ്യല്. സെയിം സാധനം തന്നെയാണ് മൂപ്പര് സാബുമെ വിളിച്ച മീറ്റിങ്ങിലും കാണിച്ചത്. മാറ്റൊന്നുമില്ല, എല്ലാം ഒരുപോലെ തന്നെ. പക്ഷെ ആ ഒരൊറ്റ ദിവസത്തെ അയാൾ അത് അങ്ങനെ ചെയ്തു എന്നുള്ളതിന്റെ പേരില് എല്ലാരും നീച്ചു പോയി. ഒരു ക്യാപ്റ്റന്റെ കൺട്രോൾ പോയില്ലേ? ഒരു ക്യാപ്റ്റൻ ഇനീഷ്യൽ ഒരു സാധനം ഒരു ദിവസത്തിൽ സാധനം ചെയ്തിട്ട് നടന്നില്ല, പൊട്ടിപ്പോയി എന്നുണ്ടെങ്കിൽ പിന്നെ അയാൾ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യും? ഞാൻ മനസ്സിലാക്കണം, എന്റെ ഒരു അഭിപ്രായത്തിൽ ഒരു ദിവസം കൊണ്ട് എക്സിക്യൂട്ടീവ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് അയാള് ഓരോ വട്ടവും പിന്നെ പിടിച്ചുകൊണ്ടിട്ട് സാബുമാൻ എന്ത് ചെയ്തത്, ഒരു വട്ടം കഴുത്ത് പിടിച്ചുകൊണ്ടിരുന്ന അനീഷിനെ കഴുത്ത് പിടിച്ചോണ്ട് ഇരിക്കവിടെ ഇരുത്തി. അല്ല, അതിന് ആ ദിവസത്തെ കാര്യമാണ് അവർ പറയണത്. ആ ദിവസം അയാൾ ശബ്ദം ഉണ്ടാക്കി, അതിന്റെ ഉച്ചക്കാണ് മീറ്റിംഗ് സീനാക്കിയത്. മറ്റത് ഇത് ബിഗ് ബോസ് വിളിച്ച മീറ്റിങ്ങിലാണ് വിളിച്ചോണ്ട് ഇരുത്തിയത്. എനിക്ക് തോന്നുന്നു സാബുമാൻ അനീഷിനുള്ള ദേഷ്യം അതാണ്, അനീഷ് സാബുമാനുള്ള ദേഷ്യം തന്നെയാണ്. ഏത് ഈ സംഗതി ഇല്ലേ? അല്ല, അയാള് ഇത് ക്യാപ്റ്റൻസി ഒക്കെ കൂളായിരുന്നു. പക്ഷെ അനീഷ് പറഞ്ഞാൽ ചില കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നി. കാരണം അക്ബറിന്റെയും ആര്യന്റെയും പുറകെ നിന്ന് അവരൊരു കൂട്ടത്തിൽ നിന്ന് എന്നാൽ കംപ്ലീറ്റ് ആയിട്ട് അക്ബർ ആര്യനും പറയണത് കേട്ടിട്ടാണ് ആൾ നിൽക്കുന്നത് അനീഷ് പറഞ്ഞതിനോട് എനിക്ക് സപ്പോർട്ടും ചെയ്യാൻ പറ്റില്ല. ആര്യനെതിരെ സാബുമാൻ എന്ന് പറഞ്ഞ വ്യക്തി ഗ്രൂപ്പിലല്ല നിൽക്കുന്നത്. ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളത്, സാബുമാൻ എന്ന് പറഞ്ഞ വ്യക്തി ഓരോ ഇൻഡിവിജ്വൽ സംസാരിക്കുമ്പോൾ ഒരു സ്പേസ് കൊടുക്കുന്നുണ്ട് അത് കേൾക്കാൻ. ആ വീട്ടിൽ പലരും അത് കൊടുക്കുന്നില്ല. സാബുമാൻ്റെ അടുത്ത് പലർക്കും ഉള്ളൊരു അതിനകത്തുള്ളവർക്കുള്ളൊരു ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തും പോയി സംസാരിക്കാൻ പറ്റും.
അയാൾ കേട്ടോണ്ടിരിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും. എനിക്ക് വലിയൊരു അഭിപ്രായം ഉണ്ട്, സെയിം തന്നെ. അതായത് സാബുമാൻ അവരുടെ കൂടെ നിന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് യോജിപ്പില്ല. കാരണം അനീഷ് പല സമയത്തും പലതരത്തിലുള്ള നോണകൾ പറയുന്നതാണ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം സാബുമാൻ ആര്യന്റെ അക്ബറിന്റെ കൂടെ ഒപ്പം നിന്നിട്ട് അതിന്റെ അത് ലാലേട്ടൻ പൊളിച്ചു കൊടുത്തില്ലേ? അനീഷ് മറ്റേ ടാസ്കില് കയ്യിൽ മറ്റേ സാധനം മറ്റേ ഇതില് ടിക്കറ്റ് ഫിനാലെ ഫസ്റ്റ് ടാസ്കില് കൈയിന്റെ മുകളില് ബോൾ തട്ടുന്നുണ്ട്, അനീഷിന്റെ കയ്യിൽ വെച്ചാ കൊണ്ടേ. എന്നിട്ട് ലാലേട്ടൻ ചോദിച്ചു അനീഷ് പിന്നെ എന്തിനാളൊന്ന് വാദിച്ചേന്ന്. അത് ലാലേട്ടൻ എനിക്ക് പിന്നെ ജയിക്കാൻ പറ്റില്ല എന്ന് ഉറപ്പായ സമയത്ത് മനസ്സിലായോ? അനീഷ് പല സമയത്ത് പല രീതിയിൽ ആ ഒരു നോണേനെ വെച്ചിട്ട് അങ്ങനെ മാറ്റി പറയുന്നുണ്ട്. ഇന്നും അതുപോലെ. പക്ഷെ എനിക്ക് ഒരു കാര്യം തോന്നി, സംഭവം ഓക്കെയാണ്, അനുമോളുടെ അടുത്തൊക്കെ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ എങ്കിലും ആ വീട്ടിലെ ബാക്കിയുള്ള ആളുകളും ഒരുപാട് എക്സ്ട്രാ ഡീസൻ്റ് ആയിട്ട് നിൽക്കുന്ന ആളുകളൊന്നുമല്ല, ഈവൻ ആര്യനെ പോലത്തെ ആൾക്കാരൊന്നും. പക്ഷെ ലാലേട്ടൻ ഇന്ന് എനിക്കൊരു ഓപ്പോസിറ്റ് അഭിപ്രായം ഉണ്ട്. കാരണം ലാലേട്ടൻ എന്താന്ന് വെച്ചാൽ അനീഷിനെയും അനുമോളെയും മാത്രം എതിർക്കാൻ പോലെ എനിക്ക് തോന്നിയത്. അനീഷിന് കണ്ടന്റ് ആവാം, പക്ഷെ അനീഷിനെ അനുമോളെയും അല്ല അതായിക്കോട്ടെ, അത് അനീഷിനെ ആര്യനെയും അനീഷ് നമ്മളൊരു വീക്കില് വീഡിയോ ഇടുമ്പോ ഏറ്റവും കൂടുതൽ കണ്ടന്റ് ആരുടെ ഡിസ്കസ് ചെയ്യല്? അനുമോളും അനീഷും അല്ല. ഞാൻ ചോദിക്കുന്ന ചോദ്യം, ഏറ്റവും കൂടുതൽ കണ്ടന്റ് ഡിസ്കസ് ചെയ്യുന്നതായിരുന്നു ഗുഡ് ഓർ ബാഡ്, പോസിറ്റീവ് ഓർ നെഗറ്റീവ്? ഏറ്റവും കൂടുതൽ കാര്യമൊക്കെ വന്നു പറയുകയാണെങ്കിൽ ഒരു കണ്ടസ്റ്റന്റ്, പിന്നെ ലാലേട്ടൻ അടക്കം അവിടെ ഒരു കണ്ടസ്റ്റന്റ് നിന്ന് സംസാരിക്കുന്ന പോലെ അനീഷിനോട് സംസാരിച്ച മാതിരിയാണ് എനിക്ക് തോന്നിയത്. അതന്നെ ഞാൻ പറഞ്ഞേ, അവിടുത്തെ ആങ്കർ എന്ന് തോന്നി. ആ രീതിയിലാണ് അക്ബർ അവിടെ എപ്പോഴും അടി ആർക്കാ കിട്ടണേ? അനീഷിനും അനുമോക്കുമാണ്. എല്ലാ വീക്കെൻഡിലും മെജോറിറ്റി വീക്കെൻഡിലും അടി കിട്ടുന്നത് ഇവർക്ക് രണ്ടുപേർക്കുമാണ്. അതിന് കാരണം എന്താ വെച്ചെങ്കിൽ മെജോറിറ്റി ഓഫ് കണ്ടന്റും ആരാ കൊടുക്കണേ? ഗുഡ് ഓർ ബാഡ് ഇവരാണ് കൊടുക്കുന്നത്. നമ്മളടക്കമുള്ളവർ തിങ്കൾ മുതൽ വെള്ളി വരെ ഡിസ്കസ് ചെയ്യുന്ന ഏതാ ടോപ്പിക്? ഏറ്റവും കൂടുതൽ ടൈറ്റിൽ ആയിരുന്നാ, ഏറ്റവും കൂടുതൽ ടോപ്പിക് ആയിരുന്നാ വരുന്നത്? അനീഷും അനുമോളുമാണ്. അപ്പൊ മെജോറിറ്റി സംസാരിക്കുന്ന മെജോറിറ്റി കണ്ടന്റുകൾ അവരുതായതുകൊണ്ട് വീക്കെൻഡിൽ വരുമ്പോൾ ഗുഡ് ഓർ ബാഡ് എന്താവും? ഷിഫ്റ്റ് ആവും അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പൊ ഈ റയർ കേസുകളാണ് ലക്ഷ്മിന്റെയും മസ്താനിന്റെയും, അങ്ങനെ ചില വീക്കെൻഡുകൾ മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, ഷിഫ്റ്റ് ആയി പോയിട്ടുള്ളൂ. അല്ലാത്ത വീക്കെൻഡുകളൊക്കെ ഇവരുടെ അടുത്ത് തന്നെയാണ്. അപ്പൊ അത് ഏത് രീതിക്കും കാണുന്നവർക്ക് പെർസ്പെക്റ്റീവ് എടുക്കാം. കാരണം അവരുടെ മേക്കേഴ്സിനാണെങ്കിൽ പോലും ഈ പറഞ്ഞ രീതിയിൽ അവരാണ് മേജർ കണ്ടന്റ് അവിടെ ഗെയിം കൊണ്ടുപോകുന്നത്. ഈ ആഴ്ചയാണെങ്കിലും അനീഷും അതുപോലെ അനുമോളുമാണ് ഗെയിം ഗെയിം എന്ന് പറയുമല്ല, ഷോയിലെ കണ്ടന്റ്. അല്ല ആ ഷോ കൊണ്ടുപോകണത് ഷോയിലെ കണ്ടന്റ് കൊണ്ടുവന്നവരാ. ഗെയിം വൈസ് നോക്കുമ്പോൾ ഗെയിം കളിക്കുന്നത്, അതായത് ബിഗ് ബോസിന്റെ ഗെയിമുകളില്ലേ, ടാസ്കുകൾ കളിക്കുന്ന ഡിഫറെന്റ് പെർസ്പെക്റ്റീവിൽ ആരും നന്നായിട്ട് കളിക്കുന്നുണ്ട്. ഇപ്പൊ ആരും ടാസ്കില് കള്ളത്തരങ്ങൾ കാണിക്കുന്നുണ്ട്, അത് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ലാലേട്ടൻ പൊളിക്കുക കാര്യങ്ങളോ ചെയ്യണില്ല. ഞാൻ അതുകൊണ്ടാ പറഞ്ഞ ലാലേട്ടൻ ഒരു കണ്ടസ്റ്റന്റ് ചെയ്യണ പോലെയാണ് അനുമോളെയും അനീഷിനെയും പൊളിക്കാൻ വേണ്ടി. ഈ ആഴ്ചയിൽ ഇന്നലെ ഇന്നുമായിട്ട് ഈ പറഞ്ഞത് എവിഡന്റ് ആണ് കേട്ടോ. ഇത് അനീഷിനും മറ്റേ അനുമോക്കുള്ള, പക്ഷെ അത്ര വലിയ കച്ചറകൾ ഉണ്ടായിട്ടില്ല. ജയിലിൽ കൊണ്ടുപോയ കാര്യമൊക്കെ ലാലേട്ടൻ അത് വളരെ ജയിലിൽ കൊണ്ടുപോയ കാര്യം ചെയ്ത് തെറ്റിനേക്കാളും കൂടുതൽ ചെയ്ത അല്ലല്ലോ. അനീഷിനെ ജയിലിൽ അയച്ചതിന് എനിക്ക് എതിരഭിപ്രായം ഉണ്ട്. അനീഷിനെ ഇപ്രാവശ്യം ജയിലിൽ അയച്ച റീസൺ, കടിച്ച റീസൺ ഈസ് എ പ്രോപ്പർ റീസൺ. അത് ആരും ഒളിപ്പിച്ച് വെച്ചതിനേക്കാൾ വലിയ തെറ്റാണ്. ബിഗ് ബോസിന്റെ റൂൾസ് വെച്ചിട്ട് ഒരാളെ ഫിസിക്കലി എന്ത് ചെയ്യരുത്, അത് ചെയ്യാൻ പാടില്ല, അത് റോങ് ആണ്. അപ്പൊ പറയും അക്ബർ അടിച്ചില്ലേന്ന്, കടിച്ചോണ്ടാണ് അടിച്ചതെന്നുള്ളൊരു സംഗതി ഇല്ല. അങ്ങനെയാണെങ്കിൽ രണ്ടുപേരെ അപ്പൊ രണ്ടുപേരും എന്ത് ചെയ്യേണ്ടിന്ന് വീട്ടുകാര് ഒന്നിലേക്ക് ഇത് നോമിനേഷൻ അപ്പൊ ആദ്യം ചോദിക്കുന്നത് എന്താ അറിയോ, കടിച്ചോണ്ടല്ലേ എന്നുള്ള ചോദ്യം വരും. അത് ശരിയാണ്. പുറത്താണെങ്കിൽ നമ്മൾ എന്താ പറയാ, വെറുതെ നിന്നപ്പോ കടിക്കാൻ പാടും. ബിഗ് ബോസിന്റെ റൂൾസിൽ അതില്ലല്ലോ. ഇത് കടി ആദ്യത്തെ വട്ടമല്ലല്ലോ. ഷാനവാസിനെ ഓൾറെഡി കടിച്ചു. ഷാനവാസിന്റെ കൈയിന്റെ മുകളിൽ മുറിയായി കെട്ടി നടന്നിരുന്നു അയാൾക്ക് പ്രശ്നമില്ലാത്തതുകൊണ്ട് അന്ന് വെറുതെ വിട്ടു. അതിനുശേഷം വീണ്ടും അക്ബറിനെ കടിക്കുന്നു. അക്ബർ പാടടക്കം കാണിച്ചു കൊടുക്കുന്നു. വെറുതെ കടിക്കാൻ പാടില്ലെന്ന്. എന്ത് വെറുതെ? അങ്ങനെയാണെങ്കിൽ അടിക്കാനോ പാടൂ? അടിക്കാനും ബിഗ് ബോസ് പാടില്ല. ആരടിച്ചതിന്? അക്ബർ അടിച്ചില്ലേ? എപ്പോ? കടിച്ചോണ്ടല്ലേ അടിച്ചേ? അടിച്ചോണ്ടല്ലേ? ഏടോ മനുഷ്യൻ, ഞാൻ വന്ന് നിങ്ങളെ കടിച്ച നിങ്ങൾ അടിക്കില്ലേ? അടിച്ചില്ലേ? അപ്പൊ ഞാൻ വന്ന് കടിച്ച നിങ്ങൾ അടിക്കുവോ? എനിക്ക് ഒരു പ്രൊവോക്കേഷനും ഇല്ലാതെ നിൽക്കുന്ന സമയത്താണ് അക്ബർ അടിച്ചതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ന്യായമാണ്. കടിച്ചിട്ട് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ അയാളെ കടിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ബിഗ് ബോസ് തന്നെ ഇയാൾ കടിച്ചു അങ്ങനെ അതാണ് ഒരാളുടെ സ്പോർട്സ് ആ ഒരു പെർട്ടിക്കുലർ ആക്ടിനകത്ത് അത് ഏത് രീതിയിൽ കൊടുക്കും. അപ്പൊ തമിഴ് ബിഗ് ബോസിനകത്ത് അനുമോള് കരഞ്ഞ പോലെ ഒരു കണ്ടസ്റ്റന്റ് കരഞ്ഞില്ല, ഒരാണ് കയറി കെട്ടിപ്പിടിച്ചു.
എന്നിട്ട് ആ ചെക്കനാകെ ഫ്രീസായി. അത് സ്പോർട്സ്മാൻ സ്പിരിറ്റ് ആണ്. ആ സ്പോർട്സ്മാൻ സ്പിരിറ്റ് പറഞ്ഞിട്ട് അത്രേ ഉള്ളൂ, മനസ്സിലായോ? അത് ആ സാധനത്തിൽ കൊടുക്കേണ്ട കാര്യമില്ല. എന്നെ പിടിച്ചാൽ എനിക്ക് പ്രശ്നമില്ല, പക്ഷേ ഈ ഗെയിമില് എന്നെ ബാക്കോട്ട് മാത്രമേ എനിക്ക് അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് സെയിം. അപ്പൊ ആ ഗെയിമിന്റെ ഒരു സ്പിരിറ്റ് ആണ് എന്ത്, ആ സാധനം എങ്ങനെ ഒരാൾ പിച്ച് ചെയ്യണം വേണ്ടെന്നുള്ളത്, മനസ്സിലായോ? പക്ഷെ അതൊരു മുതലാക്കി എടുത്തിട്ട് കടിക്കുന്നതിനാ ഫിസിക്കലി, കടിച്ച ഒരാളെ പരിക്കേൽപ്പിക്കുന്നതിനാ. അതിന് അക്ബർ അടിച്ചു ചെയ്തു, ജയിലിടേണ്ട ആവശ്യമില്ലല്ലോ, അയാൾ ചെയ്തതിന് അപ്പൊ തന്നെ. അല്ല, അത് കാര്യമുണ്ട്. കാരണം കടി എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ സാധനം, ഒരാളെ ഹേർട്ട് ചെയ്യുന്ന സാധനം ഇയാൾ റിപ്പീറ്റ് ചെയ്യാണ്, മനസ്സിലായില്ലേ? ഇത് ഫസ്റ്റ് തൊട്ടാണെങ്കിൽ നമുക്ക് ഇത് എന്ത് ന്യായം വേണമെങ്കിലും പറയാം. ഇപ്പൊ ഞാനാണെങ്കിലും പറയും അയാൾക്ക് ഭ്രാന്ത് കയറി കടിച്ചായിരിക്കാം പാവം. ഇയാൾ ഇതേ സാധനം അപ്പോഴും റിപ്പീറ്റ് ചെയ്തു, ഷാനവാസിന്റെ അടുത്ത് ഇപ്പോഴും റിപ്പീറ്റ് ചെയ്തു. അതുകൊണ്ട് ജയിലിൽ പോയതിന് യൂസ് ചെയ്തു. അതിപ്പോ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അയാളെ ജയിലിൽ ഇപ്രാവശ്യം വിട്ടത് ആ ഒരു റീസൺ ഇല്ലേ, കടി റീസൺ ഈസ് എ ഫെയർ തിങ്. അല്ലാതെ അയാളെ പറയാൻ ഒരു റീസൺ ഇപ്രാവശ്യം ഇല്ല, അല്ലാതെ ഒരു റീസൺ ഇല്ല. അനുമോക്ക് കുറെ റീസൺ ഉണ്ട്, ഒരാളെ പറഞ്ഞുള്ളൂ, ബാക്കി ആരും പറഞ്ഞില്ല. പക്ഷെ അനുമോക്ക് 9 വോട്ട് കിട്ടാൻ റീസൺ ഉണ്ട്. കാരണം അനുമോൾ ഈ പറഞ്ഞ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നന്മമരമാവും. പിന്നെ രാവിലെ പിന്നെ റേഷൻ കുറവാന്ന് പറയും, പിന്നെ എടുത്തു കൊടുക്കും. അനുമോൾ ദിവസ് ഓക്കെ. പക്ഷെ ഇന്ന് അനീഷിന്റെ പേര് എഴുതി വെച്ചില്ല അവിടെ മറ്റേ സാധനത്തിന്റെ മുകളില്, ജയിലിന്റെ മുകളില്. അതൊരു തമാശ ആക്ട് കാണിച്ചാണെങ്കിലും അത് എനിക്ക് ഭയങ്കര ഹേർട്ടായി. കാരണം അയാൾക്കത് ഭയങ്കര ഷെയിമായി പോയി അല്ലേ, ഭയങ്കര ഷെയിമായി പോയേക്ക്. ആ പാവത്തിന് ഭയങ്കര സങ്കടമായി. ലാലേട്ടന് മനസ്സിലായത്. അല്ല, ലാലേട്ടന് ഭയങ്കര മനസ്സിലായി. ലാലേട്ടന് മനസ്സിലായോണ്ടോ ലാലേട്ടൻ സ്റ്റേജിൽ നിന്ന് എന്ത് പറഞ്ഞറിയോ, തമാശ കണ്ടൂടെ? അല്ലടി, അതെന്തറിയോ, ഈ അനീഷിന്റെ കാര്യത്തിൽ എന്താ പറയാ എനിക്ക്, അനീഷിന്റെ കാര്യത്തില് അനീഷ് അന്ന് പകുതി ആക്ടിങ് ആന്ന് വിചാരിക്കാം നമുക്ക്, ഓക്കെ ലെറ്റ് ഇറ്റ് ബി. ബട്ട് എന്നാലും ഞാൻ പറയാണ്, അനീഷ് എന്ന് പറഞ്ഞൊരു മനുഷ്യന്റെ ഹ്യൂമൻ ബീയിങ്ങിന്റെ പെർസ്പെക്റ്റീവിൽ ഈ സംഗതി എന്താ അറിയോ, ഒരു അപമാനമാണ്. കാരണം ജയിൽ എന്ന് പറയുന്നത് എപ്പോഴും എന്താ, ശിക്ഷ കിട്ടുന്നവരെ കൊണ്ടുപോയി ഇടുന്നത്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ദുർമുറ പരിഹാരശാല എന്ന് പറഞ്ഞ പോലത്തെ. എന്തായാലും നല്ലവര് പോവില്ലല്ലോ ജയിലിലേക്ക്, നല്ല പ്രവർത്തികൾ ചെയ്തവരും പോവില്ലല്ലോ. നമ്മളെ കോൺസെപ്റ്റിൽ അങ്ങനെയല്ലേ, ഏറ്റവും ചീത്തയായ പൊട്ടയായ പ്രവർത്തികൾ ചെയ്ത ആളുകളാണ് അവിടെ പോവുക. അതിന്റെ മുകളിൽ ഇതിന്റെ ഐശ്വര്യം ഞാൻ എന്ന് പറയുമ്പോ അത് മൊത്തത്തിൽ അയാൾക്ക് എഴുതി കൊടുക്കല്ലേ. അല്ല, അയാളെ 5 പ്രാവശ്യം പോയി എഴുതി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അതാണ് ബിഗ് ബോസ് പറയണ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അല്ല, അയാളെ 5 പ്രാവശ്യം പല കാരണങ്ങൾ കൊണ്ടിട്ട് അവിടെ വേറെയും കുറ്റം ചെയ്യുന്ന ആളുകൾ ഉണ്ടായിട്ടും അനീഷിനെ മാത്രം അവർ കോർണർ ചെയ്ത് അതിൻ്റെ ഉള്ളിൽ ജയിലിൽ 5 പ്രാവശ്യം കൊണ്ടുപോയിട്ട് അത് കറക്റ്റ് ആയി എന്നുള്ളത് ബിഗ് ബോസ് അംഗീകരിക്കുന്ന പോലെയാണ് എനിക്ക് അതിന്റെ ഐശ്വര്യം. അനീഷ് എന്ന് പറഞ്ഞാൽ അയാളെ ഇൻസൾട്ട് ചെയ്യണ പോലെ. ആ സാധനം ഫൺ ആക്ട് ആയിട്ടാണ് ഇവര് വെച്ചതായിരിക്കാം. ബട്ട് വാട്ട് എവർ ഇറ്റ് ഈസ്, ആ മനുഷ്യന് അത് ഫണ്ണല്ല, അയാൾക്ക് അത് ഫണ്ണായിട്ടില്ല. അയാൾക്കത് ഭയങ്കര, അയാൾക്ക് മാത്രമല്ല എനിക്കും പേഴ്സണലി അതൊരു ഫണ്ണായിട്ട് തോന്നിയില്ല. ഓക്കെ, കാരണം അത് അയാളെ ഭയങ്കര മാനസികമായിട്ട് ഡൗൺ ആക്കുന്ന ഒരു ഐറ്റം പോലെ തോന്നി എനിക്ക് പേഴ്സണലി. അയാളെ കയറിയാലും കുഴപ്പമില്ലടാ, അതിൽ അയാൾക്ക് സെന്റിമെന്റ്സ് കയറ്റിയാലും അയാൾക്ക് വിഷയമല്ല. കാരണം എന്താ അറിയോ, എത്രയോ ആഴ്ചകളിൽ ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ ഏറ്റവും കൂടുതൽ ജയിലിൽ കിടന്ന ജിൻഡു ആയിരിക്കും അല്ലേ, അല്ലെങ്കിൽ അങ്ങനെ കുറെ പേര് കാണും ജയിലിൽ, കുറെ വട്ടം ജയിലിൽ പോകുന്നവർ ഇഷ്ടം പോലെ കാണും. ജാസ്മിൻ കുറെ വട്ടം ജയിലിൽ പോയിട്ടുണ്ട്. അപ്പോ അല്ല, അതാ ഞാൻ പറഞ്ഞ ഈ അടികളൊക്കെ ടാഗ് കൊടുത്തപ്പോ ജനങ്ങളെ മനസ്സിൽ എന്താണ് ഉണ്ടായത്, അതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഇതായത് ഈ സംഗതി എപ്പോഴും ഇങ്ങനത്തെ വീക്കെൻഡുകളിൽ ഇങ്ങനത്തെ അടി കിട്ടുന്ന പരിപാടികൾ എപ്പോഴും ഒരു പരിധി നോക്കിയാൽ പോസിറ്റീവ് ആവും. ഓക്കെ, ഒരു പരിധി വരെ നോക്കിയാൽ ഇതൊരു പോസിറ്റീവ് സാധനം കയറാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഇനിയുള്ളവരുടെ പ്രവർത്തികൾ അനുസരിച്ചിരിക്കും അത് പോസിറ്റീവ് ആവും നെഗറ്റീവ് ആവും എന്നുള്ളത്. അതും കൂടി നമ്മളൊന്ന് നോട്ട് ചെയ്യേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും അനുമോളുടെ ദോശ കേസ്, അത് ഡീറ്റെയിൽ ആയിട്ട് ഇപ്പം പറയാൻ എന്താ പറയുക അതിനകത്ത്. അതായത് അനുമോൾ ഒരു സൈഡിൽ എപ്പോഴും എന്ത് പറയും, റേഷൻ പിടിക്കണം എന്ന് ചിലപ്പോൾ പറയും, ചിലപ്പോൾ ചിലർ റേഷൻ കുറവാന്ന് പറഞ്ഞൊന്നും എടുക്കരുതെന്ന് പറയും. ചില സമയത്ത് ഇതേപോലെ നന്മമരം, അത് മനഃപൂർവ്വം പോയി നന്മമരം കളിക്കുന്നതാണോ അതോ ക്യാരക്ടർ വൈസേ അങ്ങനെയാണോ എന്നറിയില്ല, ഫ്ലിപ്പ് ആവുകയാണോ എന്നൊന്നും നമുക്ക്. അതായത് ഈ റേഷനും ഫുഡും പിടിച്ചു വെക്കുന്നത് അനുമോളുടെ ക്യാരക്ടർ അല്ലാവുന്നു. അനുമോള് പെട്ടെന്ന് ക്യാരക്ടർ നിന്ന് വിടുമ്പോഴാണ് എല്ലാവർക്കും എല്ലാവർക്കും കൊടുക്കാന്നുള്ള മൂഡ് പോണേ വന്നിട്ട്. ഇന്നിപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട്, ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ നിങ്ങൾക്ക് ഒരുപാട് സാധനങ്ങൾ കൊടുത്തയക്കാൻ വിചാരിച്ചത്, ഒന്നും ഞാൻ കൊടുത്തയക്കില്ല പറഞ്ഞപ്പോൾ അനുമോൾ നീച്ചെന്ന് പറഞ്ഞു. നല്ലതാ ലാലേട്ടൻ, അത് കേട്ടോ, നല്ലതാ ലാലേട്ടൻ, നല്ല കാര്യം.
അപ്പൊ അനുമോള് മനസ്സിലാവണില്ല. ആ ഒരു ചെറിയ പോർഷൻ മാത്രം ഒന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ലാലേട്ടൻ ഇവരുടെ അടുത്ത് ചോദിക്കണം, അക്ബറിന്റെ അടുത്തൊക്കെ ചോദിക്കണം ഐശ്വര്യ അപ്പോൾ നിങ്ങളെല്ലാവരും ഫുഡ് വേണം എന്നുള്ളത് അനുമോളോട് ആവശ്യപ്പെട്ടിരുന്നു, അപ്പോൾ നിങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് അനുമോള് ഫുഡ് ഉണ്ടാക്കിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ അവിടെ കിടന്ന അക്ബർ എന്താണ് ലാലേട്ടാ എന്നൊക്കെ ചോദിച്ച് കുറച്ച് നൈസ് കോമഡി അടിച്ചിട്ട് അല്ല എല്ലാരും അതില് അക്ബർ ആണെങ്കിലും ആര്യനാണെങ്കിലും എല്ലാരും പറഞ്ഞൊരു റീസൺ ഇല്ല. അനുമോളോട് ഫുഡ് ഉണ്ടാക്കിയത് എല്ലാരും പറഞ്ഞൊരു റീസൺ എന്താ അറിയോ ഇതിനകത്ത്? അനുമോള് ഫുഡ് ഉണ്ടാക്കിയാലല്ല അവർക്ക് പ്രശ്നം. ഫുഡ് ഉണ്ടാക്കിയിട്ട് ആ 2 ദോശ കുത്തിത്തിരിക്കില്ലേ നെവിനോടുള്ള ദേഷ്യത്തില്, ആ ദേഷ്യത്തില് കുത്തിത്തിരിക്കുമ്പോ അതിന് മുന്നേ അവര് ചോദിച്ചിരുന്നു എന്ത് ഞങ്ങൾക്ക് ഒരു ദോശയും കൂടി തരൂ. പിന്നെ അത് കൊണ്ടുപോയത് ആർക്കാ? ആദിലാനോറയ്ക്ക് വേണ്ടിയിട്ടാണ്. ആക്ച്വലി ആദിലാനോറയ്ക്ക് ഇവള് കൊണ്ടുപോയി കൊടുത്തിരുന്നെങ്കിൽ ഈ ദേഷ്യം കുറവായിരുന്നു. അല്ല ആദിലാനോറ ആവശ്യപ്പെട്ടിട്ടാണ് ആ ഫുഡ് അവിടെ ഞാൻ അനുമോള സൈഡ് നിൽക്കുന്ന ഒരാളല്ല. അല്ല അനുമോൾ ആ ടൈമില് അവർക്ക് രണ്ടൊക്കെ അതാ ഞാൻ പറയാ ആ ടൈമിലുള്ള അവരും നന്മമരം കളിച്ചു. അനുമോളുടെ ടൈം നന്മമരല്ല ഗെയിം കളിച്ചു. അല്ല ഓക്കെ അതിന്റെ ദേഷ്യം പിന്നെ നവീൻ എന്ന് പറയുന്ന ഒരാള് അനുമോളെ പിന്നാളെ ഇറിറ്റേറ്റ് ചെയ്തതിന്റെ കൂടെ ദേഷ്യത്തിലാണ് അതാ ഞാൻ പറഞ്ഞേ. ഈ അനുമോൾ അന്ന് രാത്രി ചെയ്തില്ലേ, വേണ്ടിട്ട് കഴിച്ചതാവുന്ന എനിക്ക് തോന്നുന്നില്ല. അന്ന് രാത്രി അനുമോള് ചെയ്തില്ലേ, അന്ന് രാത്രി അനുമോള് ചെയ്തത് അനുമോളുടെ ഓർഗാനിക് ക്യാരക്ടറാണ്. അതായത് ഒരാൾ ഭക്ഷണം ചോദിക്കുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ കയറി, അത് അവരുടെ നാച്ചുറൽ ക്യാരക്ടറാണ്. രാവിലെ അവർ ബിഹേവ് ചെയ്യണില്ല, അടുക്കളയ്ക്ക് അകത്തിരുന്നിട്ട് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ തരില്ല എന്ന് പറയുന്നത് അതവരുടെ ഗെയിമാണ്. അല്ല അതൊക്കെയാണ്, അത് അവരുടെ നാച്ചുറൽ ക്യാരക്ടർ അല്ല. അനുമോൾ ഇവിടെയാണ് ഫ്ലിപ്പ് ആവുന്നത്. ഏത് എപ്പൊ നാച്ചുറൽ ക്യാരക്ടർ പിടിക്കണമെന്നും എപ്പൊ ഗെയിം ക്യാരക്ടർ പിടിക്കണമെന്നും അനുമോള് മനസ്സിലാവണില്ല. അനുമോൾ അവിടെ ഫ്ലിപ്പ് അടിച്ചു പോണു. പിന്നെ വീക്കെൻഡുകളിൽ അനുമോൾ ഭയങ്കര വീക്കാണ്. ആക്ച്വലി ലാലേട്ടൻ ചോദിക്കുമ്പോഴേ ലെഫ്റ്റ് റൈറ്റ് നോക്കിയിട്ട് അല്ലേ അനുമോൾക്ക് പറയാൻ അറിയില്ല. അതെ, അവിടെ ഭീകരന്മാരാരൊക്കെ അറിയോ? അക്ബർ, നെവിൻ തമാശയിൽ കൂടി ആണെന്നുണ്ടെങ്കിലും ഉണ്ടാവും. നെവിൻ അടിക്കണ ഓരോ അടി മറ്റേ മർമ്മത്ത് കിട്ടണ അടിയാ. ചില മറ്റേ സാധനങ്ങളൊക്കെ ഉപയോഗിക്കും, പഴഞ്ചൊല്ലൊക്കെ. നെവിൻ അമ്മാതിരി അടി നെവിൻ അടിക്കും. ലക്ഷ്മി ഒരു പരിധി വരെ ക്ലാരിറ്റിയിൽ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പിന്നെ അതേപോലെ അനീഷിന് ടൈം കൊടുക്കുകയാണെങ്കിൽ അനീഷ് കാര്യങ്ങൾ പറയും, അല്ലെങ്കിൽ ഇങ്ങനെ നീണ്ടുപോകും. അല്ല എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇനിയിപ്പോ നമ്മൾ ഇവിടെ നിന്ന് പറഞ്ഞിട്ടൊന്നുമല്ല, അനീഷ് വലിച്ചു നീട്ടണം ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ അനീഷിന് ഒരുപാട് സ്പേസ് വരുമ്പോഴൊക്കെ കിട്ടാൻ ഞാൻ അനീഷ് അങ്ങനെ പോയിട്ട് റബ്ബർ ബാൻഡ് ആയിട്ടാണ് കാര്യം പറയാൻ പറ്റുന്ന ഒരാളാണ്. അയാളത് വലിച്ചു നീട്ടുമ്പോഴാണ് ഈ പ്രശ്നം പറ്റുന്നത്. അപ്പൊ അങ്ങനെ അനുമോളുടെ ദോഷപ്രശ്നവും പിന്നെ അനുമോളുടെ മറ്റേ കാര്യം പാല് തൈരായത്, തൈര് പാലായത്, ഇതൊക്കെയാണ് അനുമോളെ സീനുകളെ. ഇതൊക്കെയാണ് അനുമോളെ പ്രശ്നം. അനുമോളുടെ ഏറ്റവും വള്ളി പിടുത്തം അതാണ്. അതായത് പാല് കേട് വന്നാൽ തൈരായി ആരെങ്കിലും അത് കറക്റ്റ് കാര്യമാണ്. എന്തിനാ തൈരായി എന്ന് പറയണേ? തൈരായി എന്ന് പറയണ്ടല്ലോ, അത് കേട് വന്നു, പാല് കേട് വന്നു, അത് പറഞ്ഞാൽ മതി. അപ്പൊ അവിടെ എന്തായി അറിയോ? അനുമോളെ ഏറ്റവും കുക്കിംഗ് അറിയുന്ന ആള്. അപ്പൊ അനുമോൾ ഇങ്ങനത്തെ പാല് അനുമോൾ പുറത്താ എടുത്ത് വെച്ചേ രാവിലെ കാച്ചാൻ വേണ്ടിയിട്ട്. അപ്പൊ അനുമോളെ കാരണം കൊണ്ടാവും എന്നുള്ള ബ്ലെയിം കിട്ടുന്നുള്ള പേടിച്ചിട്ടാ എന്ത് ചെയ്തേ? അത് തൈരായി എന്ന് പറഞ്ഞിട്ട് അത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കി. അത് അടപടാനും പൊളിഞ്ഞപ്പോ അത് പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ ഇന്നലെയും പറ്റിയില്ല, ഇന്നും പറ്റിയില്ല. ഇന്നും അവിടെ നിന്ന് ഒരുക്കി മെഴുകുതിരി ലൈഫാണ് തോന്നുന്നുണ്ട്. നിന്നും ഒരു ഓർമ്മശക്തി കുറവല്ലടാ, കൺവിൻസ് ചെയ്യാൻ വയ്യ. അനുമോക്ക് വയ്യ, അനുമോക്ക് സംസാരിച്ച് കൺവിൻസ് ചെയ്യാൻ വയ്യ. അതെ, ഈവൻ സാബുമാൻ ആണെങ്കിൽ അടക്കം ഒരു പരിധി വരെ എന്ത് ചെയ്യുന്നുണ്ട്, ഓന്റെ കാര്യങ്ങൾ പറഞ്ഞ് ക്ലിയർ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ലക്ഷ്മി നിന്നിട്ട് സാബുമാൻ എതിരെ പറഞ്ഞപ്പോ സാബുമാൻ പറഞ്ഞത് കേട്ടില്ലേ, എനിക്ക് പോയിന്റ് പറയാണ്ടില്ല ലാലേട്ടാണ്. അത് തിരിച്ചു പോകാനത് മേടിച്ചു ലാലേട്ടൻ ആ സ്പേസ് അത് ക്ലിയർ ചെയ്തു. അനുമോൾ അവിടെ കിടന്നിട്ട് ആകെ അനുമോൾ നിന്നിട്ട് നേരെ ചൂണ്ടുമ്പോ അനുമോൾ കിടന്നിട്ട് ആകെ ബൈക്കിൽ പിടിക്കുകയാണ്, അപ്പൊ സംസാരിക്കാൻ പറ്റണില്ല. അതെ. പിന്നെ നെവിൻ അടിപൊളിയായിട്ട് ടാസ്ക് കളിച്ചു അല്ലേ? ആദിലി നന്നായിട്ട് കളിച്ചു, നെവിൻ നന്നായിട്ട് കളിച്ചു. നെവിൻ ആ ഒരു സുംബ പ്ലസ് മറ്റേ ഫ്ലെക്സിബിൾ ആണ്, മോഡൽ പരിപാടി റാമ്പ് വാക്ക് ഒക്കെ അറിയുന്നതുകൊണ്ട് ആള് ഭയങ്കര ഫ്ലെക്സിബിൾ ആണ്. അതുകൊണ്ട് തന്നെ പോയിന്റ് നെവിന് കിട്ടി. നെവിൻ ഈസ് എ സ്ട്രോങ് കണ്ടൻഡർ ഫോർ ഇത് ഈ ടിക്കറ്റ് ഫിനാലെ. നെവിൻ, ആര്യൻ, അക്ബർ, പിന്നെ സാബുമാൻ, ആദില ആൻഡ് ഒരു പരിധി അല്ല കേട്ടോ, അനീഷും അനുമോളും അവരെ ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് പറ്റില്ല. കാരണം ലാസ്റ്റ് 2 ടാസ്കും അവരാണ് സെക്കൻഡും തേർഡും വന്നത്. അവർ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ വേണ്ടി വാശിയുള്ള ആൾക്കാർ അവരും പെർഫോം ചെയ്യും. ഷാനവാസിട്ട് മാറിക്കോ എന്നുള്ളപ്പോൾ ഞാൻ ആലോചിച്ചു നോക്കും. ചില ടാസ്ക് നോക്കി
ഷാനവാസ് മാറിന്നാലായി. ഒരു കാര്യം ഒന്ന് മനസ്സിലായ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, ഹിറ്റ്ലർ ഷാനുക്കുട്ടി പെങ്ങന്മാരതും അതങ്ങനെ മുന്നോട്ടുണ്ടാവാൻ തന്നെ ബിഗ് ബോസ് തീരുമാനിച്ചത്. ബിഗ് ബോസിനേക്കാൾ കൂടുതൽ ആ ട്രാപ്പിന്ന് ലൂപ്പിന്ന് ഇപ്പോഴും പോരാത്ത ഷാനവാസം. അതന്നെ എന്താ പറയാ, ഹിറ്റ്ലർ തന്നെയാണ് അതിന് പോരാത്തത്. പക്ഷെ അത് ബിഗ് ബോസും സൈലന്റ് ആയിട്ട് അംഗീകരിച്ച് അങ്ങനെ തന്നെ പോട്ടെ. അത് അയാൾക്ക് നെഗറ്റീവ് ആവണമെന്നുള്ള അയാൾ മനസ്സിലാക്കിയിട്ടില്ല. എന്തോ പുറത്ത് എന്നും നീനക്ക് ആ പാട്ടിലൊക്കെ അത് ഓടുണ്ടാവും എന്നൊക്കെ മൂപ്പര് വിചാരിക്കണമെന്ന് എനിക്ക്. ഷാനവാസിന് എന്താ പറയാ, ഷാനവാസിന് ആ ഒരു എന്താ പറയാ, അവരായിട്ടുള്ളൊരു ട്രസ്റ്റ് അയാൾക്ക് പൊളിക്കാനും പറ്റുന്നില്ല. ഇന്നാ അനീഷിനെ വിട്ടിട്ട് കാണിക്കുന്ന അനീഷിനോടുള്ളത് അയാൾ സുഖമായിട്ട് പൊളിച്ച് തട്ടി കളിക്കണുണ്ടല്ലോ. എന്താ പറയാ, അനീഷിനൊക്കെ ഡൗട്ടാണ് അയാൾക്ക് എപ്പോഴും. ഇനി നോക്കിക്കൊണ്ട് കേട്ടോ, ഈ അക്ബറിനെ തിരിച്ചു വരവില്ലേ, വിശ്വസിക്കുന്ന ആൾക്കാർ നല്ല ആൾക്കാർ അതിലായിട്ടും കാണിച്ചു കൊടുത്തില്ലല്ലോ. അക്ബറിനെ തിരിച്ചു വരവില്ലേ, ഇതോടുകൂടി ഒരു കാര്യം മാറും. എന്താ അറിയോ, ഷാനവാസ് ഒന്നും കൂടി അക്ബറിനായിട്ട് അടുക്കും. മനസ്സിലായോ? ഷാനവാസ് എപ്പോഴും എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആർക്കാണോ കൂടുതൽ സപ്പോർട്ട് കിട്ടണമെന്ന് അങ്ങോട്ട് ഇങ്ങനെ ചാടി കളിക്കും. ഷാനവാസ് എന്താണെങ്കിലും അക്ബറിനായിട്ട് ഒരു ബോണ്ട് ഉണ്ടാക്കിയിട്ട് അപ്പുറത്തേക്ക് ചാടാനുള്ള എല്ലാ ചാൻസും ഞാൻ കാണും. ലക്ഷ്മി പോണില്ല എന്ന് കണ്ടപ്പോ ലക്ഷ്മിക്ക് എന്തൊക്കെയോ സംഭവം, അങ്ങനെയാണ് ലക്ഷ്മിയുടെ ഒപ്പം പോയത്. കൂടി ഇനിയിപ്പോ ഇന്ന് ആകെ തകർന്ന വെച്ചിട്ടുണ്ടാവും. പടച്ചനെ ഞാൻ വന്ന ആള് മാറിയിട്ടുണ്ട്. ഇപ്പൊ നല്ല സ്പേസ് കിട്ടില്ല. അടുത്ത ആഴ്ച കംപ്ലീറ്റ് അക്ബറിന്റെ മറ്റേ സൗഹൃദം പേര് വിളിക്കലോ, അതേപോലെ മറ്റേ ലക്ഷ്മി അക്ബറിനെയും പുറത്താക്കിയ ടാസ്ക് ഇല്ലേ, സംഗതി എനിക്ക് ഓക്കെ ആയിരുന്നു. ഇത് അക്ബർ തിരിച്ചു വന്നത് വരെ അതൊരു രസം ഉണ്ടായിരുന്നു. ആ ടാസ്ക് വെറൈറ്റി ആയിരുന്നു. ഇത് കാറ് വരുന്നു കാറ് പോകുന്നു. അതിനുശേഷം അക്ബറിനെ ആ പുസ്തകം കൊടുത്ത് വായിപ്പിച്ചല്ലോ, അത് സ്പോൺസർ ടാസ്കിന്റെ ലെവലായിപ്പോയി ആ സാധനം അല്ലേ. ഒരു തിരിച്ചു വരവിന് ഇങ്ങനത്തെ ഒരു സാധനം കൊടുത്തിട്ട് അത് ഭയങ്കര സംഭവമായി പോയി. അക്ബറിനെ ഞെട്ടിപ്പോയി. ഞാനോ തിരിച്ചു വരവിന് ഇത്രയും വലിയൊരു സംഭവമായിട്ടോ. കറക്റ്റ് സ്പോൺസർ ടാസ്ക്. മാരുതി മറ്റേ എന്താ സാധനത്തിന്റെ പേര്, വിക്ടോറിയസിന്റെ സ്പോൺസർ ടാസ്ക് പോലെ പോയി ആ സാധനം. ആ ഒരു പേപ്പറിൽ ആ വായിക്കുന്ന സാധനം ഒഴിവാക്കിയിട്ടുണ്ടല്ലോ, നല്ല രസം ഉണ്ടായിരുന്നു ആ ടാസ്ക്. കാരണം കുറച്ചിങ്ങനെ ഒരു ക്യൂരിയോസിറ്റി ഇല്ല. അതിൽ ആരെയാണ് കേട്ടോ തകർത്തത്. ലക്ഷ്മി പോയി. ലക്ഷ്മിനോട് ഞാൻ പോയപ്പോ ബൈ പറഞ്ഞു, തിരിച്ചു. അതൊക്കെ വളരെ ശ്രദ്ധിച്ച ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ലക്ഷ്മി പോയതിന് ആർക്കും സങ്കടമൊന്നും അല്ല, ലക്ഷ്മി പോയ കുറച്ച് സങ്കടങ്ങളും കാണിക്കുന്നു. ശരിക്കും വീട്ടുകാർ കാണിക്കാത്തത് ഒരു കുഴപ്പമില്ല. കാരണം എന്താ അറിയോ, ലക്ഷ്മിക്ക് സങ്കടമല്ല പോണേന്, പിന്നെ വീട്ടുകാർക്ക് എന്തിനൊക്കെ സങ്കടം ഉണ്ടാവേണ്ട കാര്യം. ലക്ഷ്മി ആരോടും അവിടെ പേഴ്സണലി ഒരു ബോണ്ട് ഉണ്ടായിട്ടില്ല, അറ്റാച്ച്ഡ് അല്ല. ലക്ഷ്മി ആരോടും അറ്റാച്ച്ഡ് അല്ല, ലക്ഷ്മിയോട് ആരും അറ്റാച്ച്ഡ് ഇല്ല. ആരും ലക്ഷ്മി എന്താ പറയാ, അതൊരു ശരിക്കും ഞാൻ പറയുന്നത് ഇറ്റ്സ് എ ഗുഡ് തിങ്. ബിക്കോസ് ആരോടും എന്തില്ല, ഒരു പേഴ്സണൽ കണക്ഷൻ ഇല്ല. ഗെയിം കളിക്കാനും സുഖം. ഇനി പുറത്തിറങ്ങിയാലും ബാഗേജസ് ഇല്ല. അതൊരു കാര്യം മുന്നോട്ട് പോകാം. പറഞ്ഞിട്ടില്ല അതിൽ എന്റെ മറ്റേ പ്രാങ്ക് ടാസ്കിൽ പറഞ്ഞത് അതിലെ പോണെന്നായിരുന്നു എനിക്ക്. കാരണം ഒരു ഗെയിമർ അല്ല, സ്ട്രെയിറ്റ് ആണ് നെവിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നെവിൻ ഓരോ എപ്പിസോഡും ഓരോ വീക്കെൻഡും കഴിയുന്നതോടെ നെവിന്റെ ഷെയ്ഡ് മാറ്റിക്കൊണ്ടിരിക്കുക. നമ്മൾ ഈ ഒരു സീസൺ തുടങ്ങിയപ്പോൾ ഫസ്റ്റ് നെവിൻ ആസ് എ കണ്ടസ്റ്റന്റ് വന്നപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്, നെവിൻ അവിടെ നിൽക്കുന്നിടത്തോളം നെവിന് പല ഷെയ്ഡ്സ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. അത് നിങ്ങൾ പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാവും. പല ഷെയ്ഡ്സ് നെവിനുണ്ട്. നെവിന്റെ ആ ഷെയ്ഡ്സ് മാറി 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 നെവിൻ ഇങ്ങനെ ഓരോ ദിവസവും ഉണ്ട് മറ്റേ കത്തി മുറിച്ച് കൂട്ടണം അതിനെ കൂട്ടിക്കൊണ്ടിരിക്കുന്നത് അവിടെ. അതും വോട്ടിങ്ങിലാണെങ്കിൽ പോലും ഭയങ്കര മാറ്റമാണ് നെവിന്റെ ഓരോ അല്ല. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, നെവിന്റെ ഓരോ വാക്കിനും കയ്യടിയാ, നെവിന്റെ ഓരോ കൗണ്ടറിനോടെ കയ്യടിയാ പ്രേക്ഷകരുടെ ഇടയിൽ നിന്ന്. അത് നിസ്സാരമല്ല. അത് ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് മനസ്സിലാക്കി അത്രയും നല്ലത്. കാരണം അത്രയും സ്ട്രോങ് എന്തൊരു ബേസ് ബിൽഡ് ആവുന്നുണ്ട്. അതെ, എന്താണെങ്കിലും ഈ ഒരു ടിക്കറ്റ് ഫിനാലയുടെ ഫേസ് ഭയങ്കര രസമായിരിക്കും അല്ലേ. മത്സരം നല്ല മുറുകും. ഞാൻ ഒരു പെട്ടിയും കൂടിയും വരും. എല്ലാം കൊണ്ടും ഒരു 2 ആഴ്ച തകർപ്പനാഴ്ചയായിരിക്കും. പിന്നെ ലാസ്റ്റത്തെ ആഴ്ച അവർ പോയവരൊക്കെ തിരിച്ചു വരുമല്ലോ. ഞാൻ പറയുമ്പോ കോംബോ ആയിട്ട് വരണം. എങ്ങനെ വരണം എന്നറിയോ, RJ ബിൻസി അപ്പാനിയും വരണം. അപ്പൊ ഷാനവാസ് അകത്തുണ്ട്. ഇവരെ കുറിച്ച് അപരാധം പറഞ്ഞാരാ, ഷാനവാസ്. അങ്ങനെ വരണം. ഏത് മനസ്സിലായി നിങ്ങൾക്ക്? അങ്ങനെ വരണം. ഞാൻ പറയുമ്പോ മസ്താനി വരണം. മസ്താനിയും പിന്നെ ആരും വരണ്ട അറിയോ, ഒപ്പം മറ്റേ മസ്താനി ഒറ്റയ്ക്ക് വന്നോട്ടെ. മസ്താനി ഒറ്റയ്ക്ക് മതി. മസ്താനി ഒറ്റയ്ക്ക് തന്നെ ഏറെയാണ്. മസ്താനി വന്നോട്ടെ. മസ്താനി ഒറ്റയ്ക്ക് ബിഗ് ബോസ് ഉറക്കത്ത് കേൾക്കുമ്പോൾ പേടിയോ ഉണ്ടാവും. ഇല്ല, മസ്താനിക്കൊക്കെ നല്ല ഒരു സ്പേസ് ആണ് ഇത്. തിരിച്ചു കയറിയിട്ടേ ആ ഒരു ഷെയ്ഡ് മാറിയതൊക്കെ കാണിക്കാൻ പറ്റി കഴിഞ്ഞാൽ ഇറ്റ്സ് ഓക്കെ. പക്ഷെ ആ ഒരു ദിവസം കൊണ്ടൊക്കെ ആളുകളുടെ ഇടയിൽ അല്ല, ഇമ്പാക്ട് ഉണ്ടാക്കാം കേട്ടോ. മാറ്റങ്ങൾ വരും 1-2 ദിവസം കൊണ്ടൊക്കെ.
അതിന് മാത്രം ഡെപ്പോസിറ്റ് ചെയ്തിട്ടാണ് പോയത് അവിടെ നിന്ന്. അതാണ് പ്രശ്നം. അല്ലെങ്കിൽ അങ്ങനെ പറയാൻ എടാ ഉള്ളതൊന്ന് മാറ്റിയെടുക്കാലോ. ഒറ്റ ദിവസമല്ലല്ലോ, ഒരാഴ്ച മാത്രം വെറുപ്പ് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് അവര് പോയുള്ളത്. കുറെ പേർക്കൊക്കെ എന്താ പറയാ, ഒരു ചെറിയൊരു ഇത്തിരിയെങ്കിലും ആയിട്ടേ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ളൊരു സ്പേസ് കിട്ടുമായിരിക്കും. എന്താണെങ്കിലും രസമായിരിക്കും. എല്ലാം കൂടി കേറി ലാസ്റ്റ് തകർപ്പൻ ആഴ്ചകളല്ലേ ബിഗ് ബോസിന്റെ വരാനുള്ളത്. ഇനിയിപ്പോ അതാണ് പ്രതീക്ഷ, അത് കാണാൻ രസമുള്ള ഒരു സംഭവം. യാ അപ്പോൾ ഓക്കെ ഗൈസ്. അവരെ വീട്ടിലാണെങ്കിലും ഭയങ്കര പ്രഷറായിരിക്കും അല്ലേ ഇനി ലാസ്റ്റ് ദിവസങ്ങളാവുമ്പോൾ? വീട്ടിൽ പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിക്കറ്റ് ഫിനാലേൻ്റെ ഒരു ഫിസിക്കൽ മെന്റൽ സാധനം അവർക്ക് വരും. ഒന്ന്. രണ്ടാമത്തെ കാര്യം ആര് ക്യാപ്റ്റൻ ആവുന്നു എന്നുള്ളതനുസരിച്ച്. നെവിൻ എങ്ങാനും ക്യാപ്റ്റൻ ആയ ഓൻ ആ വീട് തല തിരിച്ച് കൂട്ടിച്ചോറാക്കി എല്ലാ കണ്ടസ്റ്റൻസിനെയും ഓൻ കാരണം നിങ്ങൾ ആലോചിക്കണം, നെവിൻ ക്യാപ്റ്റൻ ആകുമ്പോൾ എന്ന് പറഞ്ഞാൽ എന്താ, ഒരാൾ ഒരു പരിപാടിയിൽ നിൽക്കാൻ സമ്മതിക്കില്ല. എനിക്ക് തോന്നുമ്പോൾ മാറ്റും എന്ന് പറയണേ. നെവിനെ പോലെ ഒരു ക്യാപ്റ്റനും ആ വീട്ടില് ഈ പറഞ്ഞ ടാസ്കും കൂടി ആകുമ്പോൾ നെവിന് ഇപ്പൊ സ്ട്രോങ് കണ്ടസ്റ്റൻസ് തോന്നിയ ആൾക്കാരെ ഫുള്ള് പിടിച്ച് കിച്ചണിലിടുക, പണി അങ്ങനെ എടുപ്പിക്കുക. മെന്റലിയും ഫിസിക്കലിയും ടോർച്ചർ ചെയ്തിട്ട് അവർക്ക് പോയി ഗെയിം കളിക്കാൻ പറ്റില്ല. നെവിൻ ഈസി ആയിട്ട് കളിക്കും. നെവിന് ഒരു പണി എടുക്കേണ്ട കാര്യമില്ല, ക്യാപ്റ്റനായിട്ട് ചുമ്മാ വന്നാൽ മതി. നെവിൻ ആളാവണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ആഴ്ച തകർക്കും എല്ലാവരും. ആര് ഇവര് കളിക്കണ്ടാ, 3 ആൾ കളിച്ചിട്ടാവണ്ടേ, ഓൻ്റെ കളിച്ചിട്ട് ആയാൽ എന്ത് ചെയ്യും? അങ്ങനത്തെ സിറ്റുവേഷൻ ഒന്നും ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ പോയ ആള് ഷാനവാസ് ആയിരിക്കും. അനീഷ് ഭയങ്കര ഫോക്കസ്ഡ് ആണ്. അല്ലല്ല, അനീഷിന്റെ സീൻ എന്താ അറിയോ, അനീഷും നെവിനും തമ്മിലൊരു സ്ട്രോങ് സാധനം ഹെഡ് ടു ഹെഡ് ഇതിലായിട്ട് വന്നിട്ടില്ല. അനീഷാണ് ഈ ഗെയിം വന്നു കഴിഞ്ഞാൽ മറ്റേ വർമ്മനാണ്. ഏത് ഗെയിം 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 അതൊക്കെ അങ്ങനെയാണ് അയക്ക്. ശ്രീശാന്ത് പണ്ട് ബോൾ ചെയ്യാൻ പോകുമ്പോല്ലേ ഇങ്ങനെ ഇതാണ് അനീഷിന്റെ അവസ്ഥ. ഈ അനീഷിനെ പിടിച്ചിട്ട് ഇവനാണ് ഇതിലെ ക്യാപ്റ്റൻ എന്നുണ്ടെങ്കിൽ പിടിച്ച് കിച്ചൺ ടീമിൽ ഇട്ടാണ്ട് ഇരുത്തിയിട്ട് പണിയാണ്. ആ പണി എന്ന് പറഞ്ഞാൽ പണീനെ വെച്ചിട്ട് ഗെയിം കൊണ്ടുപോയാലുണ്ടാവും. അനീഷ് വെറുതെ ഇരിക്കുവോ? അനീഷ് കൂട്ടിച്ചോറാക്കോടെ വീട്. രസമായിരിക്കും ഈ ആഴ്ച. അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുക. അതിന് ആദ്യം ഇപ്പൊ ക്യാപ്റ്റൻ ആവണം. ഞാൻ പറയുമ്പോ ഇവൻ തന്നെ ക്യാപ്റ്റൻ ആവണം, ഇവൻ തന്നെ ക്യാപ്റ്റൻ ആവണം. എന്നാലും ഈ സാധനം നമുക്ക് കാണാൻ പറ്റും. അക്ബറായിട്ട് ഒരു കാര്യമില്ല. കാരണം അക്ബറായ അക്ബർ നെഗാവും, ഭയങ്കര നെഗാവും, ഭൂലോക നെഗാവും അക്ബർ ക്യാപ്റ്റനായ. ഒരു കാര്യം, ആരെയും ക്യാപ്റ്റനായ കോമഡി ആയിരിക്കും. ആരെയും ക്യാപ്റ്റനായ ലോക കോമഡി ആവാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണണ്ട. ആരെയും ക്യാപ്റ്റനായ അല്ല, കുറച്ച് ബുദ്ധിയുള്ളവർ എന്താ ചെയ്യുക അറിയോ, ടിക്കറ്റ് ഫിനാലിന്റെ വീക്കിൽ ക്യാപ്റ്റനാവാൻ പോകില്ല. ഇവര് വേണം ചിലപ്പോൾ വിട്ടെടുക്കും. എനിക്ക് അതിനും സംശയമുണ്ട്. അക്ബറും ആരെയും കൂടി വിട്ടിട്ടേ നെവിനെ വേണം വിട്ടുകൊടുത്തിട്ട് ക്യാപ്റ്റനാക്കാനുള്ള ഒരു പരിപാടി കാണിക്കും. അങ്ങോട്ട് ബിഗ് ബോസ് വരെ ചിലപ്പോ ഇവനോട് ഇറങ്ങി പോയിക്കോട്ടെ, വീട്ടിൽ പോയിക്കോ പറയും. ആ രീതിക്കോ കളിച്ചോളൂ. അപ്പൊ ഓക്കെ ഗൈസ്, നാളെ